നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTC ഡ്രൈവറും മേയറും നടുറോഡിലുണ്ടായ സംഭവ വികാസങ്ങളിൽ വാക്പോർ ഇപ്പോഴും തുടരുകയാണ്. ഇവർ തമ്മിൽ തുടരുന്ന തർക്കത്തിൽ നടപടിയുമായി മുന്നോട്ടെന്ന് ഡ്രൈവർ യദു കൃഷ്ണ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ KSRTC ഡ്രൈവർ യദുവിന്റെ അമ്മ ഈ വിഷയത്തിൽ നിർണായകമായ ഒരു പ്രതികരണം, നിർണായകമായ ഒരു ചോദ്യം മേയർക്കെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. ബസ്സിലിരുന്ന് യദു ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന് മേയർ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ ആരോപണത്തിലാണ് മേയർക്കെതിരെ യദുവിന്റെ അമ്മ രംഗത്തെത്തിയിരിക്കുന്നത്. ബസ്സിലിരുന്ന് യദു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന സംഭവം മേയർ എങ്ങനെ കണ്ടു എന്നാണ് യദുവിന്റെ അമ്മ ചോദിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഓടുന്ന വണ്ടിയിലാകുമ്പോൾ അതെങ്ങനെ കാണാൻ സാധിക്കുമെന്നാണ് യദുവിന്റെ അമ്മ ചോദിക്കുന്നത്. ഉയരമുള്ള ബസ്സിലിരുന്ന് മകൻ കാണിക്കുന്നത് ഗ്ലാസ് ഇട്ട് പോകുന്ന കാറിലിരുന്ന് എങ്ങനെ കാണാൻ സാധിക്കും? മേയർ നടത്തുന്നത് വ്യാജ ആരോപണമാണ്. സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് മേയർ മകനെ തന്തയ്ക്ക് വിളിച്ചു. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നും യദുവിന്റെ അമ്മ ചോദിച്ചു. പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് യദുവും പ്രതികരിച്ചു. വക്കീലുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും യദു പറഞ്ഞു. ഗതാഗത മന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും യദു പറഞ്ഞു. അതേസമയം ഗതാഗത വകുപ്പ് മന്ത്രി ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രതികരണം നടത്തി. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്ക സമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്തതിനാൽ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാനാവില്ല എന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിച്ചിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്ന വാക്കുകൾ മാത്രം നോക്കി തീരുമാനമെടുക്കാനാവില്ല എന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുമെന്നും മേയറും MLAയുമാണ് എതിർഭാഗത്തെന്നും കരുതി പാവം ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഈ വാക്കുതർക്കത്തിൽ പോലീസ് റിപ്പോർട്ടും KSRTC വിജിലൻസ് റിപ്പോർട്ടും വരാതെ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം ഡ്രൈവർ യദുവിനെ പിന്തുണച്ച് KSRTCയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകളും രംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്ന് CPM നേതാക്കളും വാദിക്കുന്നുണ്ട്. ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയത്. ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയറും സംഘവും ചെയ്തതെന്നാണ് യാത്രക്കാർ നൽകിയ മൊഴി. മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഈ റിസർവേഷനിൽ യാത്ര ചെയ്തവരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ റിസർവേഷനിൽ യാത്ര ചെയ്തവരുടെ മൊഴിയാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത്. അതേസമയം സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയാണ് താൻ KSRTC ഡ്രൈവർക്കെതിരെ പ്രതികരിച്ചതെന്ന് മേയർ പറഞ്ഞു. സംഭവത്തിൽ ഡ്രൈവർ മാപ്പ് പറഞ്ഞെങ്കിലും നിയമപരമായി നേരിടാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്നും മേയർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.